ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം ഇന്നെൻ്റെ ഐസുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വ്ളോഗ് കൂടിയാണ്. അപ്പം എനിക്ക് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഐസുവിൻ്റെ 4 ബർത്ത്ഡേക്കും ഇപ്പം 4ാമത്തെ വയസ്സാണ്. അപ്പം 4 ബർത്ത്ഡേക്കും ചെറിയ രീതിക്കൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിന്. അതുപോലെ തന്നെ ഞാൻ ഫോട്ടോഷൂട്ടും ചെയ്യലുണ്ടായിന്. 4 ബർത്ത്ഡേക്കും ചെയ്തിട്ടുണ്ടായിന്. ഫസ്റ്റത്തെ 2 ബർത്ത്ഡേക്ക് പുറത്ത് നാളെ വെച്ചിട്ടാണ് ചെയ്യിച്ചത്. ഇപ്രാവശ്യത്തെ 2 ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ചെയ്യാന്നിട്ടാ ചെയ്ത്. അപ്പൊ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ നാട്ടിലടുത്ത് തന്നെ ഇല്ല ചൂട്ടാട് ബീച്ചിലാണ് കേട്ടോ പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായേ. പൊതുവേ ഈ കുട്ടികളെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അലമ്പ് പരിപാടിയാണ്. അപ്പം അതിലത്തൊരു 100 ഫോട്ടോ എടുത്തില്ലെങ്കിൽ 10 ഫോട്ടോയിലേക്ക് കിട്ടിയിട്ടില്ലേനു. അപ്പൊ അങ്ങനെയല്ലോ. പിന്നെ നമുക്കിനി ബർത്ത്ഡേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് പ്രത്യേകിച്ച് പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അന്നത്തെ ഒരു ഹാല് അതുപോലെ ആക്കാൻ നട്ടേനും വിചാരിക്കുന്നുണ്ടായി. പിന്നെ ഞാനാണെങ്കിൽ മുന്നേ പ്ലാന് കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു സാധനവും കാര്യങ്ങളൊന്നും വാങ്ങി വെച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ടേനും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചായ കുടി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ആയിട്ട് തന്നെ ഗ്രോസറി ഐറ്റംസിനുള്ള ലിസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ ഇവർക്കുള്ള ഫുഡ് കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ടേനും. ഇപ്പോൾ എൻ്റെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും തന്നെ ഐസും മാലിക്കൊക്കെ എണീറ്റിട്ടുണ്ടേനും. അപ്പൊ അവരെയൊക്കെ റെഡിയാക്കി അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടേനും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടേനും. അപ്പം അതും കൂടി കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടേനും. അങ്ങനെ അതൊക്കെ വാങ്ങി വരുന്ന വയ്യാന്ന് കേട്ടാ ഒരു കല്യാണം ഉള്ളത് അറിയുന്നത്. അപ്പൊ തന്നെ ഒരു 11:30 ആയിട്ടുണ്ടേനും. പിന്നെ ഒരു 12 മുന്നേ ആയിട്ട് പോകണ്ടോണ്ട് തന്നെ പെട്ടെന്ന് പോയി റെഡി ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പൊ എന്റെ ഫസ്റ്റ് പ്ലാൻ തന്നെ ഉൾട്ടായിട്ടുണ്ട്. ഞാൻ ഉച്ചക്കേക്കുള്ള ഫുഡ് കാര്യങ്ങൾ പിന്നെ വൈകുന്നേരം ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിന് കൊണ്ടുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ പരിപാടിയൊന്നും നടക്കൂല. അത് കൂടാണ്ട് ഷെബിക്കാക്ക് വേറെ കല്യാണം ഉണ്ട്. അപ്പൊ ഷെബിക്ക പോകുമ്പോൾ ഐസൂനെയും കൊണ്ടായിരിക്കും പോവുക. അപ്പൊ ഞാൻ പോകുമ്പോൾ മാലിക്കിനെയും കൂട്ടിയിട്ട് പോവാന്നൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായേ. അപ്പൊ അങ്ങനെയല്ലോ. പിന്നെ ഒരു കല്യാണത്തിനൊക്കെ പോവാൻ കഴിഞ്ഞാൽ പിന്നെ സംശയമാണ് ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഒരുങ്ങണം, അങ്ങനെയല്ലോ. പിന്നെ ഇതിലിപ്പം അതൊന്നുമില്ല, ഉള്ളതിൽ ഭേദം നോക്കിയിട്ട് ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. സ്കാർഫ് ആണെങ്കിൽ എങ്ങനെ ചെയ്തിട്ടും എനിക്കൊരു തൃപ്തിയാവുന്നേ ഉണ്ടായിട്ടില്ലേനും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ചുറ്റി അതയച്ചു മാറ്റി. പിന്നെ രണ്ടാമത് വേറൊരു സ്റ്റൈല് ചുറ്റി വെക്കി. എന്നിട്ടും എനിക്ക് പറ്റുന്നില്ല. പിന്നെ 3ാമതൊരു സ്റ്റൈല് നോക്കിയപ്പം അതെനിക്ക് പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് തോന്നിയിട്ടാ. അപ്പം ഞാൻ ആ ഒരു സ്റ്റൈലിനും ലാസ്റ്റ് ചുറ്റിയിട്ട് പോയിട്ടുണ്ടായേ. അതിപ്പോൾ അങ്ങനെയല്ലേ വരുമല്ലോ. നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി കഴിയുമ്പോഴായിരിക്കും ഇമാതിരി ഇടങ്ങാറൊക്കെ വരിക. പിന്നെ ഇപ്പായിട്ട് ഞാൻ ഫേസിലധികം അൽക്കൊലത്ത് പരിപാടിയൊന്നും ചെയ്യാൻ വേണ്ടി നിൽക്കലില്ല. അല്ലെങ്കിൽ ഐലൈനറൊക്കെ കൊണ്ട് ഞാനും ഐലൈനറും തമ്മിലൊരു യുദ്ധം തന്നെ ഉണ്ടാവലുണ്ട്. പിന്നെ ഞാൻ നന്നായി പോയി എന്നൊന്നും വിചാരിക്കണ്ട. സംഭവം എന്ന് വെച്ചാൽ ഈയിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഞാൻ പുതുതായിട്ട് വാങ്ങിയൊരു ഫൗണ്ടേഷൻ നേരെ ഫേസിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറൊന്നല്ല, മുഖം ആകപ്പാട് ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. 2-3 സ്ഥലത്ത് അത്യാവശ്യം നല്ലോണം പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ ഫൗണ്ടേഷൻ കാണുമ്പോൾ പേടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പായിട്ട് മുഖത്ത് വലിയ പരിപാടിയൊന്നും ഇല്ല. നമുക്ക് എവിടെ പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് റെഡി ആവാം. പിന്നെ ലിപ്സ്റ്റിക് നമ്മളെ കൂടപ്പിറപ്പല്ലേ, അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ. അതിനിപ്പോ എനിക്കൊരു പണി തരാന്നൊന്നും പറയാൻ പറ്റൂല. എന്നാലും നമുക്ക് പണി തരും വരെ ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ എൻ്റെ വർക്കത്തുണ്ടല്ല, എവിടെയെങ്കിലും പോവാങ്ങിഞ്ഞാൽ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റവും അവസാനം ഒരുങ്ങി റെഡിയായി ഇറങ്ങുന്ന ആളെന്നെ ഞാനായിരിക്കും. അതിപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള കല്യാണം ആയാലും 2 മണിക്ക് മുന്നേ പോയ ചരിത്രമൊന്നും എൻ്റെ കണക്കിലില്ല. എൻ്റെ ഉപ്പ പറയലുണ്ട്, രാവിലെ ഇല്ല കല്യാണത്തിന് പോകണമെങ്കിൽ നിങ്ങൾ രാത്രിക്ക് തന്നെ ഒരുങ്ങിക്കോന്ന്. അല്ല, അതിപ്പോൾ തെറ്റൊന്നും പറയാൻ വേണ്ടി പറ്റൂല. എന്നാലേ നമ്മൾ കൃത്യസമയത്തൊന്നും ഇറങ്ങി കിട്ടൂലൂ. അല്ല, എൻ്റെ കല്യാണ ശേഷം വന്നൊരു വലിയ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ 5 മിനിറ്റ് കൊണ്ടൊക്കെ ഒരുങ്ങാൻ പഠിച്ചു. കാരണം എന്താ വെച്ചാൽ മൂപ്പര് കാത്തിക്കൂല, മൂപ്പര് കൂട്ടാണ്ട് പോവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ബേജാറായിട്ട് വേഗം ഇപ്പൊ ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനേനും ആദ്യം തന്നെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായി. അപ്പൊ അങ്ങനെയല്ലോ. പിന്നെ ഞാനിതാ ഈ ഒരു കാഷ്വലിന്റെ വാച്ചോടി ഇട്ട് കൊടുത്തിട്ട് എന്റെ ലുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ല, കഴിഞ്ഞ ഹജ്ജ് പെരുന്നാളിന് വാങ്ങിച്ചതേനും. പിന്നെ ഞാനിത് ഇട്ടിട്ടേ ഉണ്ടായിട്ടില്ല. പിന്നെ സ്കേർട്ട് ഞാൻ എപ്പോൾ യൂസ് ചെയ്യാറുണ്ടേനും പല ടോപ്പിന്റെ കൂടെ. അപ്പൊ നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മളത് ദൂരൂലല്ല. എന്റെ കേസിൽ അങ്ങനെയാണ്. പിന്നെ ഇതിന്റെ ഒക്കെ ഒരു ഗ്യാപ്പില് ഐസോനും മാലിക്കനും ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസുമായിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഐസോൻ ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നോട് ഇപ്പൊ പറയും ഉമ്മന്റെ വീഡിയോ എടുക്കുന്ന പറയും. അപ്പൊ അങ്ങനെ നമ്മൾ ആ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഷെപ്പിക്കാരെ ഉപ്പാരിയും ഉമ്മാരിയൊക്കെ കൂടിയാന്ന് കേട്ടാ പോകുന്നുള്ളത്. ഷെപ്പിക്കാക്ക് വേറെ കല്യാണം ഉണ്ട്. അപ്പം ഐസോനെയും കൊണ്ട് ഷെപ്പിക്ക പോയിട്ടുണ്ടേനും. വലിയ ദൂരമൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഓടാണ്ടേനും. പിന്നെ ഷമുട്ടി ഉണ്ടേനും കൂടെ. ഷമുട്ടിക്ക് പനിയായോണ്ട് തന്നെ ആളാകെ സൈഡേനും. മംഗലം വരുന്നത് ഉപ്പാരെ ഫാമിലിയിലായിരുന്നു. പിന്നെ ഉമ്മ ഇങ്ങനെ അറിയുന്നവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ വെയിറ്റ് ചെയ്ത്
അവസാനം ഫുഡ് കിട്ടി. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പം ചിക്കൻ ബിരിയാണിയും അച്ചാറും സാലഡും അൽസിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മളെ റൂമിലേക്ക് പോയിട്ട് കുറച്ച് സമയം കാറ്റും കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ടായിന്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പെണ്ണിനെ കൂട്ടാൻ പോവാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിന്. അങ്ങനെ കുറച്ച് അധികം സമയം തന്നെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിന്. അപ്പൊ ആണെങ്കിലും ആൾക്ക് നല്ല അലമ്പ് തുടങ്ങി. പിന്നെ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് കണ്ട ഇത് ഞാൻ അജിയോന്ന് വാങ്ങിച്ചിട്ടുണ്ടായതാണ്. പക്ഷെ കിട്ടുമ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. സംഭവം ഞാനിത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതേനു. 24 ഐസിന്റെ ബർത്ത്ഡേ. പിന്നെ 25th മോർണിംഗ് ആയപ്പോ അന്ന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് കേക്ക് കട്ടിങ്ങിന് ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ഇരുപൊക്കെ കഴിഞ്ഞപ്പോ എന്നിട്ടാ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കിഞ്ഞ് മന്തി ആക്കാന്നേനു ഞാൻ വിചാരിക്കുന്നുണ്ടായേ. പിന്നെ ബർത്ത്ഡേക്ക് പിന്നെ പായസം മസ്റ്റ് അല്ലേ, അങ്ങനെ കുറച്ച് പായസം കൂടി ഉണ്ടാക്കുന്നുണ്ടേനു. ഇപ്പൊ ഉണ്ടല്ല, ഞാൻ എപ്പം പായസം ഉണ്ടാക്കിയാലും ഞാൻ കാരമലൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കല്. അപ്പം ഭയങ്കര ടേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും കാരമലൈസ് ചെയ്തിട്ടുള്ള പായസം ഉണ്ടാക്കിയിട്ടുണ്ടായേ. മുന്നേ ഉണ്ടല്ല മന്തി ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് അതിനകത്ത് കുറച്ച് ആൾക്കാർ മന്തിയുടെ റെസിപ്പി ചോദിച്ചിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാല് എങ്ങനെയാന്ന് റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാന്നില്ലേനും എനിക്ക് വലിയ ഐഡിയ ഇല്ലേനും അതേനും ചെയ്യാണ്ട് നിന്നിട്ടുണ്ടായേ. അപ്പൊ ഇന്നിപ്പോ മന്തി ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. പിന്നെ എനിക്ക് പറഞ്ഞുതരാൻ അറിയാത്തോണ്ട് പറയുന്നതിൽ തെറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. അപ്പൊ ആദ്യം തന്നെ അതിനായിട്ട് 2 സവോളയും 2 തക്കാളിയും പിന്നെ ഒരു 1.5 ക്യാപ്സിക്കം കൂടിയിട്ട് ചോപ്പ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒക്കെ കൂടി വേവിച്ച് ഇളക്കിയൊക്കെയല്ലേ ഞാൻ ഇത് പായസം ഉണ്ടാക്കുന്നുണ്ട് ഇടക്ക്, അതും കൂടി കാണിക്കുന്നതിന്. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഈ പച്ചക്കറിയിലോട്ടുണ്ടല്ല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു 4 മാഗി ക്യൂബ് കൂടി ഇതിനകത്തേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നെല്ലാം കഴിക്കുന്ന മന്തിയില് വലിയ പീസെല്ലാം ഉണ്ടാവല്ലേ, ഇതിപ്പം ഒരു മീഡിയം പീസാണ് കേട്ടാ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മന്തി മസാല ഇടുന്നുണ്ട് കേട്ടാ. ഈ മന്തി മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതേനു. മാഗി ക്യൂബ് ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അധികം ഉപ്പിടുന്നില്ല. പിന്നെ ഞാൻ കുറച്ചൊരു പൊടിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് കേട്ടാ സൺഫ്ലവർ ഓയിൽ. അത് ഞാനൊരു 3/4 കപ്പ് അളവ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേനു. അപ്പൊ ഇത്രയായി കഴിഞ്ഞാല് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അപ്പൊ ഞാൻ എന്റെ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. പിന്നെ ഇത് മൂടിയിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു. ഞാൻ പൊതുവെ ഗോൾഡൻ മന്തി റൈസ് ആണ് കേട്ടോ വാങ്ങിക്കല്. അപ്പൊ ഞാനതെടുത്ത് കുതിർത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുതിർന്നു കഴിഞ്ഞപ്പോ ഞാനതെടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടേനു. കല്യാണത്തിനൊക്കെ പോയി വന്ന ക്ഷീണത്തില് ഒന്ന് ചെറുതായി ഉറങ്ങിയൊക്കെ എണീറ്റിട്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഞാൻ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ചായ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ പായസം ആയപാടെ ഞാനിതാ ഒരു ഗ്ലാസ് എടുത്ത് കഴിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവർക്കും ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ടേനു. ഞാൻ ചിക്കൻ വേവിക്കാനുള്ള പാത്രം കുറച്ച് വലുത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചോറിട്ട് തട്ടി മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും. അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് റെഡ് കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടേനും. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു 10 മിനിറ്റ് തിരിച്ചും മറിച്ചോട്ട് വേവിച്ചാൽ മതിയാകും. ഈ ഒരു സമയത്ത് ഒരു സൈഡിൽ റൈസും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റൈസ് വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് സ്പൈസസ് ചേർത്തിട്ടുണ്ടായിരുന്നു. 2 കറുത്ത നാരങ്ങയും കുറച്ച് ബേ ലീവ്സും പിന്നെ ഗ്രാമ്പും പട്ടയും ഒക്കെയാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായത്. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായേ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകൊക്കെ ആഡ് ചെയ്യേ. പിന്നെ ഞാനത് ചേർക്കാത്തതിന്റെ റീസൺ എന്താ വെച്ചാല് ഇവിടെ ആർക്കും അതിങ്ങനെ ചോറ് കഴിക്കുമ്പോൾ കടിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഇതിനും ചേർക്കാതിരുന്നിട്ടുണ്ടായേ. റൈസ് ഒരു 80% വെന്ത് കഴിഞ്ഞപ്പം ഞാൻ അരിപ്പക്കായിൽ വെച്ചിട്ട് നല്ലോണം വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം ഈ ഒരു ചിക്കൻ വേവിച്ച പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. പിന്നെ അതിന്റെ മുകളിലേക്ക് ഞാനൊരു 3 പച്ചമുളക് മുഖനെ ഇങ്ങനെ കുത്തി ഇറക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടേനു. എന്നിട്ട് ഇതൊരു 6 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ചിട്ടുണ്ടേനും. അപ്പത്തേനും സാധനം സെറ്റായി വന്നിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ നല്ലോണം ശ്രദ്ധിച്ച് വേണോട്ടോ ചെയ്യാന്. കാരണം ഇത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാണാൻ അടിപൊളിയല്ലേ, കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ബർത്ത്ഡേ ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഐസുന് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതിലും. അപ്പൊ ഞാൻ കുറച്ച് ബലൂൺസ് മാത്രം വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ നമ്മൾ മാത്രമുള്ള ഒരു കുഞ്ഞു പരിപാടി ആയതുകൊണ്ട് വലിയ ഡെക്കറേഷൻ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഡെക്കറേഷൻ ഓനെ ഒന്ന് സർപ്രൈസ് ആക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് കേട്ടോ. അതേതായാലും സക്സസ് ആയിട്ടുണ്ടായിന്. സംഭവം മൂപ്പര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഓൻ എന്നോട് ഇങ്ങനെ സർപ്രൈസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം എന്നോട് പറഞ്ഞത് കണ്ണൊക്കെ പൊത്തിയിട്ട് കൊണ്ടുപോകണേന്നാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യല് പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയിൽ സ്പീക്കറിലൊക്കെ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും അരങ്ങായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഞാനും ഷിപ്പിക്കയും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഐസിന് വായിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാർട്ടി മോഡിന് അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് സ്പീക്കറും മൈക്കും പാട്ടും ബഹളവും ലൈറ്റ്സും ഒക്കെ ആയിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ടായിന്. സംഭവം എന്തായാലും കളർ ചെയ്യുന്നു. നമ്മള് വിചാരിച്ച പോലെ തന്നെ ഐസുവിനെ നല്ല ഹാപ്പി ആക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടായിന്. അങ്ങനെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനും 10 മണിയൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം ഫുഡൊക്കെ വിളമ്പാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം കുറച്ച് ഉപ്പാക്കുള്ളത് കൊണ്ടു കൊടുത്തിട്ട് പിന്നെ നമ്മളെല്ലാരും ഒന്നിച്ചിരുന്ന് കഴിക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ടൈം ഒരുപാടായതുകൊണ്ട്
തന്നെ എല്ലാവർക്കും നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് വിളമ്പി സെറ്റാക്കുന്ന ടൈം കൊണ്ട് പെങ്ങള് ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഷെപ്പിക്കാണെങ്കിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ കഴിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടാ. സത്യം പറഞ്ഞാല് രണ്ട് വീട്ടിൽ നിന്ന് മാറി നിന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് മിസ് ചെയ്തൊരു പരിപാടി ഇതാണ് കേട്ടാ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും തമാശ പറയുന്നതും എല്ലാം. അതുകൊണ്ട് ഇന്ന് നല്ല വൈബേനും കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പെങ്ങളും അനിയനും പിന്നെ ഷെബിക്കും ഞാനുമായിട്ട് 2 ബൈക്കിലേനു കേട്ടോ പോയിട്ടുണ്ടായത്. ഇറങ്ങുന്ന ടൈമില് ടൗണിലെല്ലാം പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ടേനു ഇറങ്ങിയത്. പിന്നെ അങ്ങോട്ട് ആവേശം കൂടിയോണ്ടാന്നൊന്നും അറിയില്ല, നമ്മളത് ബീച്ച് വരെ കൊണ്ടുപോയിട്ടുണ്ടേനു. ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് പോയതാണെങ്കിൽ പകുതി എത്തുമ്പോൾ തന്നെ വീട് പിടിച്ചിട്ടുണ്ടാവും. ഡെയിലി പ്ലാനിങ് നടക്കലുണ്ടെങ്കിലും പ്ലാൻ ചെയ്ത് ഒന്നും നടക്കലില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതിപ്പം പ്ലാൻ ചെയ്യാത്ത പലതും നടന്നിട്ടുണ്ടേനു. മുന്നേ ഉണ്ടല്ല ഐസോന് നല്ലോണം അലർജിന്റെ പ്രശ്നം ഉണ്ടായിനെ. അതുകൊണ്ട് തന്നെ നമ്മള് വെള്ളത്തിൽ കളിക്കാനും മണല് വാരാനും ഒന്നും ഓനെ വിടലുണ്ടായില്ല. പിന്നെ ഇന്നിപ്പം ഓന്റെ ദിവസമല്ലേ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല പോലെ ആഘോഷിക്കട്ടെ എന്നങ്ങ് വിചാരിച്ച്. ഇതിൽ ഉറങ്ങുന്ന ടൈമെല്ലാം ആയിനെങ്കിലും ഇന്നിവർക്കിപ്പം ഉറക്കോ കാര്യമോ ഒന്നുമില്ല. ഫുള്ള് ഓടിക്കളിയും ചാടിക്കളിയായിട്ട് അരങ്ങന്നേനും. ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് എല്ലാം ഇപ്പൊ നാളെ വന്നിട്ട് അറിയല്. പിന്നെ കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ, അതുകൊണ്ട് കുട്ടികൾ കളിക്കും വരെ കളിക്കട്ടെ എന്നങ്ങോട്ട് വിചാരിച്ച്. സമയം ഒരുപാട് അതിന് 2 മണിയെല്ലാവാനായിട്ടുണ്ട്. എന്നാലും ബീച്ചിലെ ആൾക്ക് കുറവൊന്നുമില്ല കേട്ടാ. കുറെ ആള് നമ്മളെ കൂടാണ്ടുണ്ടേനു. ശരിക്കും പകല് വെളിച്ചത്തിൽ കാണുന്നതിനേക്കാളും വല്ലാത്തൊരു അരങ്ങാന്ന് കേട്ടാ. ഇവിടെ രാത്രി സമയത്ത് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാനല്ലോ. കളിച്ചിട്ട് ഇവർക്ക് മതിയാവുന്ന തോന്നാത്തോണ്ട് തന്നെ ഒരു 2:30 ആവാറായപ്പോ നമ്മൾ അവിടുന്ന് വിട്ടിട്ടുണ്ടേനു. പിന്നെ നേരെ ബസ് സ്റ്റാൻഡിൽ തന്നെ ഉള്ള ഒരു ചായക്കടയിലേക്കാണ് കേട്ടാ പോയത്. ആടുന്നൊരു ഹോർലിക്സും ചായയും ലൈം ടീ ഒക്കെ ആണ് കേട്ടാ വാങ്ങിച്ചിട്ടുണ്ടായേ. ഞാൻ ലൈം ടീ ഇനും കുടിച്ചിട്ടുണ്ടായത്. അങ്ങനെ അത് കുടിച്ച് നേരെ വീട്ടിലേക്കാണ് കേട്ടാ. വീട്ടിലെത്തിയപ്പോ 3:45 ആവാനായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.